السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു ഏകനാണ്. അവൻ അവതരിപ്പിച്ച ജീവിത പദ്ധതിയാണ് ഇസ്ലാം. അവൻ അവതരിപ്പിച്ച അതേ ഇസ്ലാം കേടുപാട് കൂടാതെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ചർച്ചയുടെ മർമ്മം. ഈ പറയപ്പെട്ട കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുക ഇവിടെ ലക്ഷ്യമല്ല, അത് മറ്റ് ചർച്ചകളിൽ വരുന്നതാണ്. ഏതായാലും മാറ്റങ്ങൾ സംഭവിക്കാതെ പരിശുദ്ധമായി തന്നെ ഇസ്ലാം നമുക്ക് എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാം, അതിന്റെ നിയമങ്ങളും ഒന്ന്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, 1000 വർഷങ്ങൾ കഴിഞ്ഞു, 1500 വർഷങ്ങൾ കഴിഞ്ഞാലും ഇസ്ലാമിന്റെ മത നിയമങ്ങൾ അത് തന്നെയാണ്. കാലത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല ഇസ്ലാമിക നിയമം. പ്രസ്തുത ഇസ്ലാം നേരത്തെ പറയപ്പെട്ട 6 തലങ്ങളിൽ ഊന്നിയാണല്ലോ നിലവിൽ വന്നിട്ടുള്ളത്. ആ ഇസ്ലാമിക അധ്യാപനങ്ങളെ ഏറ്റവും നന്നായി ജീവിച്ച് കാണിച്ചു തന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്റാണ്ടിലും തൊട്ടുടനെയുള്ള നൂറ്റാണ്ടുകളിൽ ജീവിച്ച സച്ചരിത സമൂഹമാണ്. അവർക്ക് സലഫു സ്വാലിഹ് എന്നാണ് പറയുക. ആദ്യ നൂറ്റാണ്ടുകളിലേക്ക് മടങ്ങുകയെന്നാൽ അവരുടെ മാതൃകാപരമായ ജീവിതം മൻഹജു സലഫ് പിന്തുടരുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. 6ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങുക. ഇപ്പോഴുള്ള യുവാക്കള് യുവതികളൊക്കെ പറയാറുണ്ട് 6ാം നൂറ്റാണ്ടിലുള്ള ആളാണോ ഈ എന്നുള്ളത്. നമ്മൾ അന്തസ്സോടെ തലയുയർത്തി പറയണം, അതേടാ ഞാൻ 6ാം നൂറ്റാണ്ടുകാരനാണ്. ലോകത്തിന്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണ് ഞാൻ എന്ന് പറയാൻ കഴിയണം. 6ാം നൂറ്റാണ്ടുകാരൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പ്രശ്നമുള്ളത്? അങ്ങനെ അവരുടെ തഖ്വ, വിശ്വാസം, ധാർമ്മിക ബോധം, കുടുംബം, സാമൂഹിക ജീവിത രീതികൾ, സൽസ്വഭാവം, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വിഷയങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നതിനും ഹുക്മുകൾ നിർദ്ധാരണം ചെയ്യുന്നതിനും അവർ സ്വീകരിച്ച രീതി തുടങ്ങിയ കാര്യങ്ങൾ മാതൃകയാക്കുകയാണെന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇസ്ലാം വന്നതോടുകൂടി അവരിൽ എന്തുണ്ടായി? മാറ്റങ്ങളുണ്ടായി. ഇസ്ലാം വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ? അതുപോലെ തന്നെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും വൈജ്ഞാനിക വിപ്ലവവും മാതൃകയാക്കേണ്ടതാണ്. ജീവിത മൂല്യങ്ങൾ അത് ഏറ്റവും നന്നായി പ്രയോഗവത്കരിച്ചവരെ നോക്കി പഠിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. പ്രസ്തുത നൂറ്റാണ്ടുകാരണത്തിന് മാതൃക, അതായത് ആ നൂറ്റാണ്ടുകാർക്ക് മാതൃകയാണത്. നോക്കി പഠിക്കുക. അവർ ജീവിച്ച വഴിയിലൂടെ അവർ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും ഇസ്ലാമിക നിയമങ്ങളും ചട്ടക്കൂടുകളിൽ കഴിഞ്ഞുകൂടി നമ്മൾ എന്താക്കണം? മാതൃകയാവണം. അപ്പോൾ ആ വിഷയത്തിൽ തിരിച്ചു നടത്തമാണ് ഇസ്ലാമിന്റെ മാർഗം. അതേസമയം മുൻമാതൃകകളെ നിരാകരിച്ച് സ്വയം കൈപിടിക്കാൻ സെക്കുലറിസം പഠിപ്പിക്കുന്നു. ആദ്യത്തേതിനെ അപേക്ഷിച്ച് രണ്ടാമത്തേതാണ് പുരോഗതിയുടെ മാർഗമെന്ന് തോന്നാം. അതുകൊണ്ടാണ് എന്താണ് പിന്തുടരേണ്ടത് എന്ന് വിശദീകരിച്ചത്. അല്ലാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ എല്ലാ പുരോഗതികളും ഒഴിവാക്കി ആദ്യകാല സമൂഹം ജീവിച്ചതുപോലെ എന്ന് പറഞ്ഞ് മരുഭൂമിയിൽ പോയി കുടിലുകൾ കെട്ടി വസിക്കുകയും ഒട്ടകപ്പാല് കുടിച്ച് ജീവിക്കുകയും വേണമെന്നല്ല തിരിച്ചുപോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചിലർ പറയുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറയുന്നത്. സത്യത്തിൽ ശാസ്ത്രം ഒരു സമൂഹത്തിന്റെയും കുത്തകയല്ല. ഇത് പാശ്ചാത്യ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നത് വിലയിരുത്തി ശാസ്ത്രം അവരുടെ മാത്രം സംഭാവനയാണെന്ന് പറയാൻ പാടില്ല. ശാസ്ത്ര പുരോഗതി ഒരു പ്രക്രിയയാണ്. കാലാകാലമുള്ള മനുഷ്യ സമൂഹത്തിൽ പുരോഗതിയുടെ നാൾ വഴിയാണത്. എല്ലാ കാലത്തുമുള്ള ഓരോ ജനതയും ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അറബികളും ചൈനക്കാരും ഇന്ത്യക്കാരും ഗ്രീക്കുകാരും മറ്റും തങ്ങളുടേതുമായ ഭാഗഭാഗിത്വം നിർവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്ലാമിക വൈജ്ഞാനിക സിദ്ധാന്തത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് പരീക്ഷണം. 3 പ്രധാന ഉറവിടങ്ങളാണല്ലോ അറിവിനുള്ളത്: പഞ്ചേന്ദ്രിയങ്ങൾ, ഋജുവായ ബുദ്ധി, സത്യസന്ധമായ വൃത്താന്തം. ഇവയിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവാണ്
ശാസ്ത്ര പരീക്ഷണങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ലഭിക്കുന്ന അറിവിനെ ഇസ്ലാം അംഗീകരിക്കുന്നുവെന്നർത്ഥം. അതേസമയം ശാസ്ത്രം അതിന്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് പുറത്തു കടന്ന് അഭിപ്രായം പറയുമ്പോൾ തെറ്റെങ്കിൽ ഇസ്ലാം അംഗീകരിക്കുന്നുമില്ല. അഥവാ പരീക്ഷണങ്ങൾ കൊണ്ടാണല്ലോ ശാസ്ത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്, അത് അംഗീകരിക്കാം. അതേസമയം ഇൻഡക്റ്റീവ് മെത്തേഡ്, എംപിരിക്കൽ മെത്തേഡ് എന്നൊക്കെ അറിയപ്പെടുന്ന മാനദണ്ഡമനുസരിച്ചായിരിക്കണം എല്ലാ മേഖലയും വിലയിരുത്തപ്പെടേണ്ടതെന്നും അത്തരമൊരു മാനദണ്ഡമുണ്ട് ഉപയോഗിച്ചാൽ അവൗദികവും മനുഷ്യേന്ദ്രിയങ്ങൾക്ക് അതീതവുമായ അള്ളാഹുവിനെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പരമമായ യാഥാർത്ഥ്യത്തെ സ്ഥാപിക്കാൻ കഴിയില്ലെന്നും അതിനാൽ അള്ളാഹു ഇല്ലെന്നും ശാസ്ത്രം വാദിച്ചാൽ അത് ശാസ്ത്രമേഖലയ്ക്ക് പുറത്തു കടക്കുന്നത് കൊണ്ടുള്ള അഭിപ്രായമാണ്. ഇസ്ലാം അത് നിരാകരിക്കുന്നു. ഓരോ മേഖലക്കും അതിൻ്റെതായ പരിമിതികളും പ്രവർത്തന വിദഗ്ധരുമുണ്ട്. ആ പരിമിതിക്ക് പുറത്തു കടന്ന അഭിപ്രായം പറയുമ്പോഴാണ് പിഴവ് സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നതായി കാണാം. മനുഷ്യബുദ്ധി ഉപയോഗിക്കാനും പുതിയവ കണ്ടെത്താനും ഖുർആൻ ആവശ്യപ്പെടുന്നുമുണ്ട്. വിശദീകരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.